ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പമായിട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ അത്ര പോലും പാടില്ല ഇതുണ്ടാക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. മൈദ ആയാലും മതി. പിന്നെ 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാര വേണം. 3/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ വേണം. പിന്നെ ഞാനിവിടെ 1.5 കപ്പ് ലൂക്ക് വാം വാട്ടർ, അതായത് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ചൂടുവെള്ളം ഒരു വലിയ ബൗളിലേക്ക് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര, ഒലിവ് ഓയിൽ, ഇത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലൂക്ക് വാം വാട്ടറിൽ മറ്റേ ഈസ്റ്റ് ആണെങ്കിൽ അതും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കണം, അതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട്. അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചേർക്കാവൂ. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ഓരോ കപ്പ് വീതം ഇതിലേക്കിട്ടിട്ട് മിക്സ് ചെയ്യുക. അത് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ് മിക്സ് ആക്കാനായിട്ട്, അതുകൊണ്ടാണ്. ഇതിനൊരു 1.5 കപ്പ് വെള്ളം മതിയാവും. പിന്നെ നമ്മുടെ മൈദയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ വെള്ളം കുറച്ച് അധികം വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു നല്ല സോഫ്റ്റായിട്ട് മാവ് ഇരിക്കണം നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ, അതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിൽ തടവിയിട്ട് ഇത് അടച്ചു വയ്ക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ടാണ്. ഇതൊരു 1.5 തൊട്ട് 2 മണിക്കൂർ വരെ എടുക്കും ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ നല്ലതായിട്ട് ടൈറ്റായിട്ട് അടപ്പുള്ള പാത്രമോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലിങ് ഫിലിം എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതാ കണ്ടില്ലേ, എൻ്റെ മാവ് ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി കേട്ടോ. ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണ്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഓൾമോസ്റ്റ് 2 മണിക്കൂർ വരെയൊക്കെ എടുക്കും. കണ്ടില്ലേ, നമ്മളിനി അതിലൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ ഒരു എയറൊക്കെ റിലീസ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതൊന്നുകൂടെ വളരെ പ്രസ് ചെയ്തൊന്നും കുഴയ്ക്കണ്ട, വളരെ ലൈറ്റായിട്ടൊന്ന് കുഴച്ചിട്ട് ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. ഇത് 2 പിസ്സയ്ക്കുള്ളതാണ്. എന്നിട്ട് അതിലൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ കുറച്ച് പൊടി വെതറിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒരുവിധം ഒരു റൗണ്ടിൽ പരത്തണം. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഇത് പിസ്സയ്ക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒന്നുകൂടി വലുതായി വരും. ഇത് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു പിസ്സ പാൻ എടുക്കുക. പിസ്സ പാൻ ഇല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് ട്രേ ആയാലും മതി, ഒരു അലൂമിനിയത്തിൻ്റെ വലിയ അടപ്പായാലും മതി. അതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ തേക്കുക. ഒലിവ് ഓയിൽ തേച്ചിട്ട് നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന പിസ്സ ബേസ് ഇല്ലേ, ഇത് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ആ പാത്രത്തിൻ്റെ ചുറ്റും ഒന്ന് പരത്തി വയ്ക്കുക. ഇനി നമ്മുടെ കൈ വെച്ച് ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ നടുവിലെല്ലാം ഇങ്ങനെ ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ഇത് അങ്ങ് വീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്ക് ചെയ്യുമ്പോൾ. ഇനി പിസ്സ സോസ് ഇതിൽ സ്പ്രെഡ് ചെയ്യണം. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിസ്സ സോസിൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മോസറല്ല ചീസ് നമുക്ക് ഇടാം. മോസറല്ല ചീസ് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്തിട്ട്, ഫ്രഷ് ജലാപ്പിനോ എടുത്തിട്ടുണ്ട്, പിക്കിൾഡ് ജലാപ്പിനോ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഒലീവ്സ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കനൊക്കെ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്കിടാം. ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ചിക്കന് ഒന്ന് വേവിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിലിടാം. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് നമുക്ക് കുറച്ച് ചീസ് അതിൻ്റെ മുകളിലിട്ടിട്ട് ഇറ്റാലിയൻ ഹെർബ്സ് കുറച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്തിടാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചില്ലി ഫ്ലേക്സും ഇടാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ഒലീവ്സും ക്യാപ്സിക്കും ഒക്കെ വയ്ക്കുന്നുണ്ട്. ഇതിന് നമുക്ക് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ
ഒരു 12 തൊട്ട് 15 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ ഞാൻ പിസ്സ ബേക്ക് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡി. ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.